ഹലോ, ഇന്ന് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹാമ്പേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു ടവർ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ താത്തൻ്റെ മോളും ഞാനും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ തെർമോക്കോൾ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതേ അളവിൽ ടവറിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. അതിൽ ഡബിൾ സ്റ്റാപ്പ് ഒട്ടിച്ചിട്ട് മുട്ടായികളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അടിയത്തതിൽ കിറ്റ്കാറ്റും പിന്നെ ഉള്ളതിൽ ക്രിസ്പെലോയും പിന്നെ ഏറ്റവും ടോപ്പിൽ വരുന്നത് ഗോ ഫ്രഷും ആണ്. അതങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ ചെയ്ത് വെച്ചതിന്മേൽ ക്ലിയർ സ്റ്റാപ്പ് ഒട്ടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിബണും ഒട്ടിക്കുന്നുണ്ട്. ഇത് മൂന്നിലും റിബണ് സെറ്റ് ചെയ്തതിന് ശേഷം അത് മൂന്നും ടയറായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂത്ത് പിക്കും അതുപോലെ തന്നെ ഡബിൾ സ്റ്റാപ്പുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഇതിൻ്റെയൊക്കെ ഗ്യാപ്പിൽ ഗോൾഡൻ ചോക്ലേറ്റ് ബോളില്ലേ അത് വെച്ച് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ അത് കുറച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കിനും ടൂത്ത് പിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമേൽ കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യാണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ ഇങ്ങനത്തെ വുഡൻ ട്രേയിൽ ചോക്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അടിയിൽ ഉണ്ടമുട്ടായി ഫില്ല് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ചോക്ലേറ്റ്സൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് ഏതൊക്കെ രൂപത്തിൽ വെക്കണം എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളത്. പിന്നെ ഡബിൾ സ്റ്റാപ്പ് ഒട്ടിച്ചിട്ടാണ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ആദ്യത്തെ ഒരു ട്രേയിൽ മൊത്തം ബോണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ട്രേയിൽ അങ്ങനെ ബോണ്ടി മാത്രം ഫുൾ ബോണ്ടി ആയിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു. ഇനി നെക്സ്റ്റ് ട്രേയിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി. അത് ആക്ച്വലി ഡബിൾ സ്റ്റാപ്പ് ഒന്നും ഒട്ടിക്കാതെ തന്നെ വെച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്തു. ഇനി ഈ ഗോൾഡൻ ട്രേയിലും ചെയ്യാണ്. അതിൽ ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഉണ്ടമുട്ടായി ചെരുന്നതിന് ശേഷം സഫാരിയും ബ്രേക്കും സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് പിന്നെ സഫാരിയൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നേരം അതിലേക്കും മുട്ടായി വേണ്ടിയത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൽ നമ്മൾ 3 ലെയറായിട്ട് മുട്ടായി ഇട്ടിട്ടുണ്ട്. ആദ്യം മുട്ടായി, പിന്നെ സഫാരിയും മാസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് പിന്നെ ടോബ്ലറോണും അതുപോലെ ബ്യൂണോയും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് വെക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൽ ഡബിൾ സ്റ്റാപ്പ് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുകയാണ് എങ്ങനെയൊക്കെ വെച്ചാലാണ്
രസമുണ്ടാവുമെന്ന്. ഇനിയിപ്പോൾ അതാ ഇതിൽ സിൽക്കും ബ്യൂണോയും കൂടി വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഗോ ഫ്രഷ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ബ്യൂണോ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നേരത്തെ സെറ്റ് ചെയ്തത് ഡബിൾ സ്റ്റാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. ഇതിൽ സഫാരി മാസും പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു സെറ്റ് മിഠായും കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലെ വീഡിയോ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടാവും. അത് ഞങ്ങൾ ഊഞ്ഞാലുമല വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സിൽ ടോപ്ലറോണും അതുപോലെ ബ്യൂണോയും വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ബോക്സിൽ ഇതേപോലെ ഡബിൾ സ്റ്റാപ്പ് വെച്ചിട്ട് മുട്ടായി വെക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ തെർമോക്കോളും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ സിൽക്കും ബ്യൂണോയും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഇന്ന് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ദിവസം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിൽ ടോബ്ലറോണും സഫാരിയും അതുപോലെ സിൽക്കും ബ്യൂണോയും പിന്നെ ബോണ്ടിയും പിന്നെ ഫുള്ള് സ്നിക്കേഴ്സും മാസും പിന്നെ ആ ടവറും, അങ്ങനെ അത്രേ ചെയ്തിട്ടുള്ളായിരുന്നു അന്ന്. ഇതാണ് അവസാന ഹാളിൻ്റെ കോലം. അപ്പം ഇന്ന് അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം മുതലാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടവറിൻ്റെ മുകളിൽ ഭാഗം നമ്മൾ ഫെറാറോ റോഷറാണ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ടൂത്ത് പിക്കുമ്മേൽ വെച്ച് ഞാനെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ബേബി ബ്രീത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ രണ്ടെണ്ണത്തുമ്മേൽ ഇങ്ങനെ നെറ്റ് ചുറ്റിയിട്ടുണ്ട്. ബാക്കി ഇതിലും നെറ്റ് ഫസ്റ്റ് കവർ ചെയ്ത് വെക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് നെറ്റും റെഡ് സ്വീക്വൻസ് വരുന്ന നെറ്റുമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫ്ലവേഴ്സ് ആണെങ്കിലും റെഡ് റോസും വൈറ്റ് റോസും ആണുള്ളത്. അങ്ങനെ അതാ ഒരുവിധം എല്ലാത്തുമ്മലും നെറ്റ് ചുറ്റിയിട്ടുണ്ട്. ഇനി ബാഗ് അറേഞ്ച് ചെയ്യാണ്. അതിൽ ഫ്ലവേഴ്സ് വെച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗത്ത് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ട്രയാങ്കിൾ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഇതുമ്മലും ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും ഗോൾഡൻ ബോൾസ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതാ എല്ലാത്തുമ്മലും ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സും അതേപോലെ ബേബി ബ്രീത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ടവർ ബേബി ബ്രീത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ടവർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നട്ട്സും അതേപോലെ കവർ ചെയ്തു. നെറ്റ് ചുറ്റി ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പാക്ക് നട്ട്സ് ആയിരുന്നു. ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബോക്സിലാക്കിയിട്ട് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐഫോൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒരു ക്ലിയർ ബോക്സിലാണ്. പിന്നെ ഈ ഒരു ഇതിൽ നല്ലൊരു ഡ്രസ്സും അതുപോലെ ചെരുപ്പും കൂടി വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ 2 ബോക്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് കുറച്ച് നന്നായി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി വെച്ചിട്ടുള്ള ഇങ്ങനെയായിരുന്നു ഔട്ട്പുട്ട് കിട്ടിയത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.